നിത്യജീവിതത്തിൽ ശതമാനം ഉപയോഗിക്കുന്ന ചില സന്ദർഭങ്ങൾ നാം കണ്ടു. ഇനി ശതമാനം ഉൾപ്പെടുന്ന ഒരു ചോദ്യം നോക്കാം. 2 പേർ മത്സരിച്ച ഒരു തെരഞ്ഞെടുപ്പിൽ 1250 പേർ വോട്ട് ചെയ്തു. ജയിച്ച സ്ഥാനാർത്ഥിക്ക് 60% വോട്ടുകൾ കിട്ടി. ജയിച്ച ആൾക്ക് കിട്ടിയ വോട്ടുകൾ എത്ര? എത്ര വോട്ടുകളുടെ വ്യത്യാസത്തിനാണ് ജയിച്ചത്? ജയിച്ച സ്ഥാനാർത്ഥിക്ക് കിട്ടിയത് 60% വോട്ടുകളാണ്. അതായത് ആകെ വോട്ടുകളുടെ 60/100 ഭാഗമാണ് ജയിച്ച സ്ഥാനാർത്ഥിക്ക് ലഭിച്ചത്. ആകെ വോട്ടുകൾ 1250 ആയതിനാൽ അയാൾക്ക് കിട്ടിയ വോട്ടുകൾ 1250 ഗുണിക്കണം 60/100 ആണ്. അംശത്തെയും ഛേദത്തെയും 10കൾ കൊണ്ട് ഹരിക്കാം. വീണ്ടും 10കൾ കൊണ്ട് ഹരിക്കാം. 125 ഗുണിക്കണം 6 750 എന്ന് കിട്ടും. അതായത് ജയിച്ച സ്ഥാനാർത്ഥിക്ക് കിട്ടിയ വോട്ടുകൾ 750 ആണ്. ഇനി എത്ര വോട്ടുകളുടെ വ്യത്യാസത്തിനാണ് ജയിച്ചത് എന്ന് നോക്കാം. ജയിച്ച സ്ഥാനാർത്ഥിക്ക് ലഭിച്ചത് 60% വോട്ടുകളാണ്. അപ്പോൾ തോറ്റ സ്ഥാനാർത്ഥിക്ക് ലഭിച്ചത് എത്ര ശതമാനം വോട്ടുകളായിരിക്കും? 40%, അല്ലേ? ഇവ തമ്മിലുള്ള വ്യത്യാസം 20% ആണല്ലോ. അതിനാൽ ഇവർക്ക് കിട്ടിയ വോട്ടുകൾ തമ്മിലുള്ള വ്യത്യാസം ആകെ വോട്ടുകളുടെ 20% അഥവാ 20/100 ഭാഗമായിരിക്കും. ആകെ വോട്ടുകൾ 1250 ആയതിനാൽ വോട്ടുകൾ തമ്മിലുള്ള വ്യത്യാസം 1250 ഗുണിക്കണം 20/100 ആണ്. അംശത്തെയും ഛേദത്തെയും 10 കൊണ്ട് ഹരിക്കാം. വീണ്ടും 10 കൊണ്ട് ഹരിക്കാം. 125 ഗുണിക്കണം 2 അഥവാ 250 എന്ന് കിട്ടും. അതായത് ഇവർക്ക് ലഭിച്ച വോട്ടുകൾ തമ്മിലുള്ള വ്യത്യാസം 250 ആണ്.